ഹായ്, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി അവരുടെ Q2 റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ അവർ വരുന്ന മൈക്രോ ഫിനാൻസ് സെക്ടറിൽ നിന്നാണ് വരുന്നത്. NBFC ആണ് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ എന്ന് പറഞ്ഞാൽ. ഈ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സംസാരിച്ചിരുന്നു. 2021 അവിടെ റെഗുലേഷൻസും പിന്നെ അതുപോലെ തന്നെ കർണാടകയിലെ ഓർഡിനൻസ് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാരണം എങ്ങനെയാണ് ആ സെക്ടർ ഡൗൺ ആയി കിടന്നത് എന്നുള്ള കാര്യങ്ങളും അവിടുന്ന് ഈ ഒരു കലണ്ടർ ഇയർ, അതായത് 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൊട്ട് തന്നെ ഒരു ബോട്ടം ഉണ്ടാക്കിയതിന് ശേഷം പയ്യെ റിക്കവർ ചെയ്ത് വരുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഈ ക്രെഡിറ്റ് ആക്സസിന്റെ Q2 റിസൾട്ടും അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസ് സെക്ടറിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്ത ആ രണ്ട് വീഡിയോ കണ്ടിട്ട് വന്നാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇവർ ആ റിക്കവറി കൃത്യമായിട്ട് നമുക്ക് ഇവരുടെ ഫിഗേഴ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ബാങ്കുകൾ അല്ലെങ്കിൽ NBFCസിന്റെ ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേന് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ലോൺ ബുക്കിന്റെ ഗ്രോത്ത് നോക്കണം. അതേപോലെ തന്നെ ഇവരുടെ ഡിസ്ബേഴ്സ്മെന്റ്, അതായത് പുതിയ ലോൺ ഇപ്പം നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർ ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡിസ്ബേഴ്സ്മെന്റിന്റെ റേറ്റ് എത്രയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയണം. അതായത് ഒരു ബാങ്കിൽ കൊടുത്ത ലോൺ അത് കളക്ഷൻസ് കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ ഡിഫോൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആ കൊടുത്ത ലോൺ റിക്കവർ ചെയ്യാനായിട്ടാണ് നടക്കുന്നത്. അതല്ലാതെ പുതിയ ലോൺ ആ സമയത്ത് അവർ കൂടുതലായിട്ട് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ബേഴ്സ്മെന്റിനെ പറ്റിയിട്ട് ബാങ്ക് സംസാരിച്ചു തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവരുടെ കളക്ഷൻസിന്റെ കാര്യത്തിനകത്തേക്ക് അവർക്ക് ഒരു കൃത്യമായിട്ടൊരു ധാരണ വരികയും അതുപോലെ മുന്നിലേക്ക് അവർക്ക് നല്ലൊരു വിസിബിലിറ്റി ഉണ്ട് ഗ്രോത്തിന്റെ. അതേപോലെ തന്നെ അവരുടെ ഫിഗേഴ്സ് എല്ലാം നല്ല രീതിയിൽ വരുമ്പോഴാണ് മാനേജ്മെന്റ് ഡിസ്ബേഴ്സ്മെന്റിനെ പറ്റി കൂടുതൽ സംസാരിക്കുക. ഡിസ്ബേഴ്സ്മെന്റ് ആക്ച്വലി കൂടുതലായിട്ട് ചെയ്യുന്നതും ആ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഡിസ്ബേഴ്സ്മെന്റ് ഡീഗ്രോത്ത് ആയിരുന്നു 2.5%. ഈ ക്വാർട്ടറിലേക്ക് വന്നപ്പോഴത്തേന് 8% ഡിസ്ബേഴ്സ്മെന്റിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് കമ്പനിയിൽ. അതേപോലെ തന്നെ ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാലും അതിലും ഇൻക്രീസ് വന്ന് കാണാൻ പറ്റും. അത് 2.6% ആണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കമ്പനിയുടെ മൈക്രോ ഫിനാൻസ് കമ്പനികളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേന് നമ്മൾ ഇവരുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഞാൻ പറഞ്ഞിരുന്നില്ല, നല്ല രീതിയിൽ താഴോട്ട് പോയിട്ട് തന്നെ ഇവർ അവിടെ നിന്നിട്ട് നല്ല രീതിയിൽ തിരിച്ച് റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇവരുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്യണം. അതുകൊണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവരുടെ ഡിസ്ബേഴ്സ്മെന്റിന്റെ റേറ്റ് കൂടിയിട്ടുണ്ടോ, അതേപോലെ NPS എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈൽഡിന്റെ കാര്യം, നിംസിന്റെ കാര്യം, അങ്ങനത്തെ എന്ത് ഫിഗേഴ്സ് ആണെങ്കിലും നമ്മൾ നോക്കേണ്ടത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക ശരിക്കും ഇവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഫിഗേഴ്സ് പറയുന്നത്. അപ്പോൾ ലോൺ ബുക്ക് ഗ്രോ ചെയ്തിരിക്കുന്നത് 2.6%, അതേപോലെ ഇവരുടെ ഡിസ്ബേഴ്സ്മെന്റ് ഞാൻ പറഞ്ഞു 8.4% ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബാങ്കുകൾ അല്ലെങ്കിൽ NBFCയുടെ ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവർ പ്രൊവിഷൻസ് ആയിട്ടും അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന എത്രയാണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്പനിയുടെ ക്രെഡിറ്റ് കോസ്റ്റ് കഴിഞ്ഞ കുറെ ക്വാർട്ടറുകളായിട്ട്, അതായത് കഴിഞ്ഞ ഒരു 3-4 ക്വാർട്ടറായിട്ട് 500 കോടിക്ക് മുകളിലായിരുന്നു അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അത് ഈ ഒരു ക്വാർട്ടർ ആയപ്പോഴത്തേന് ഏകദേശം 342 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 1.34% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2% മുകളിലായിട്ട് ക്രെഡിറ്റ് കോസ്റ്റ് ഉണ്ടായിരുന്നത്. സോ ക്രെഡിറ്റ് കോസ്റ്റ് അത്രയും കുറയാന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ആവും എന്നുള്ള കാര്യമാണ് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. അതായത് ഇവരുടെ പ്രൊവിഷൻസ് കുറവാണ്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ബാഡ് ലോൺസ് വരും, അതായത് ആളുകൾ ലോൺ കൃത്യമായിട്ട് അടയ്ക്കാതിരിക്കുക. അതിനാണ് നമ്മൾ ഈ DPD ബക്കറ്റ്സ് കൂടുക എന്ന് പറയുന്നത്. 30 DPD അല്ലെങ്കിൽ 60 DPD, അതായത് 30 ദിവസത്തിന് മുകളിൽ അടയ്ക്കാതിരിക്കുക. റീപേയ്മെന്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് 30 ദിവസമായിട്ടും അടയ്ക്കുന്നില്ല. അതല്ലെങ്കിൽ ഈ PAR 15+ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ലോണിൽ റീപേയ്മെന്റ് വരാതിരിക്കുമ്പോഴത്തേന് ഇവർ ആ അത്രയും ലോൺ റിസ്ക് ആയി വരുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ പ്രൊവിഷൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതങ്ങനെ കീപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ പ്രോഫിറ്റിനെ നേരെ കുറയ്ക്കും. കാരണം ഇവരുടെ പ്രോഫിറ്റിലേക്ക് പോകേണ്ട ഫണ്ടാണ് ഇവർ മാറ്റി വെക്കുന്നത്. നമ്മൾ PPOP എന്ന് പറഞ്ഞിട്ട് ഇവരുടെ എല്ലാം P&L കാണാൻ പറ്റും. പ്രീ പ്രൊവിഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. അതായത് പ്രൊവിഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണത് PPOP എന്ന് പറയുന്നത്. അപ്പൊ PPOP-ന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രൊവിഷൻസ് കുറഞ്ഞതിന് ശേഷമാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വരുന്നത്. അതിനുശേഷമാണ് അവിടെ ടാക്സ് കുറച്ചതിന് ശേഷം പാറ്റ് വരുന്നത്. അപ്പോൾ ഈ PPOP-ന്ന് ഈ പ്രൊവിഷൻസ് കുറയുമ്പോഴത്തേന് പ്രൊവിഷൻസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പാറ്റിനെ ഡയറക്റ്റ് ആയിട്ട് അത് കുറയ്ക്കും. അപ്പൊ ക്രെഡിറ്റ് കോസ്റ്റ് കമ്പനിയുടെ കുറയും തോറും ഇവർ പ്രൊവിഷൻസ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് കുറയും. അത് കുറയുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിൽ കൂടും. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ക്വാർട്ടറിൽ ഞാനതാ പറഞ്ഞത്, ഏകദേശം 342 കോടിയാണ് അവർക്ക് ക്രെഡിറ്റ് കോസ്റ്റ് ഉള്ളത്. അതായത് ക്രെഡിറ്റ് കോസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഏകദേശം 500 കോടിക്ക് മുകളിൽ ഇവർക്ക് ക്രെഡിറ്റ് കോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് നോക്കിയാൽ ഈ ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം 252 കോടിയാണ് അവരുടെ പാറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ 126 കോടിയായിരുന്നു. അവിടുന്ന് ഏകദേശം 100%ഓളം ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അവരുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞാനത് പറഞ്ഞ ആ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലെ ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡിസ്ബേഴ്സ്മെന്റും സെയിം ടൈമിൽ കമ്പനി കൂട്ടിയിട്ടുണ്ട്. ഇവരുടെ PAR 15+ന്റെ ബുക്കൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ DPD ബക്കറ്റ്സ് നോക്കിയാൽ നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുന്ന കാര്യം കാണാൻ പറ്റും. അവിടെ ഒരു കൺസേൺ ഉണ്ട്, അതെന്താണെന്ന് വെച്ചാൽ GNPA നമ്പേഴ്സ് ചെറിയ രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ PAR 90+ഉം ചെറുതായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത്
അതായത് 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഡിഫോൾട്ട് വരുന്ന ലോണുകളുടെയൊക്കെ പെർസെൻറ്റേജ് കുറഞ്ഞു. പക്ഷേ കഴിഞ്ഞ തവണ ഏകദേശം ഒരു 60+ DPD ഉണ്ടായിരുന്ന കുറേ ലോണുകൾ 90+ലേക്ക് പോയിട്ടുണ്ട്. അതായത് അതെല്ലാം NPA കൺവേർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ GNPA നമ്പേഴ്സ് ചെറിയ രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് ചെറിയൊരു കൺസേൺ ആണ്. പക്ഷേ അത് അടുത്ത ക്വാർട്ടറിലൊക്കെ അത് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ലിപ്പേജും അല്ലെങ്കിൽ ഇവരുടെ കളക്ഷൻ എഫിഷ്യൻസി നമ്പേഴ്സും എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട്. കളക്ഷൻ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 95.5 ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 93.9, ആ ഒരു 94 താഴെയായിരുന്നു കളക്ഷൻ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ROE നോക്കിയാൽ നമുക്കൊരു ബിസിനസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, നല്ല രീതിയിലേക്കാണോ മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യം. ROE കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ 7.1 ആയിരുന്നു ROE ഉണ്ടായിരുന്നു. അവിടുത്തെ ഇപ്പോൾ നോക്കിയാൽ 13.8 ആയിട്ട് കൂടിയിട്ടുണ്ട്. ബിസിനസ് നല്ല ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് കാണാൻ പറ്റും. അതുപോലെ ROEയും റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് 3.5% ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 1.8% ആയിരുന്നു. പിന്നെ ഈ കമ്പനികളിലൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലേബർ കോഡിൽ ചെറിയൊരു വ്യത്യാസം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ നവംബർ തൊട്ടിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളിലെയും പ്രോഫിറ്റബിലിറ്റിനെ ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ നമ്മൾ ക്രെഡിറ്റ് ആക്സസിൽ നോക്കിയാൽ ഒരു ഏകദേശം 18 കോടി രൂപയോളം അവർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും വേറൊന്നുമല്ല, ലേബർ കോഡ് ഇപ്പം നേരത്തെ ഏകദേശം 19ഓളം ലോസ് ഉണ്ടായിരുന്നു, ഇപ്പം ഡയറക്റ്റ് ആയിട്ട് 4 കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയ ചേഞ്ച് വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പനികളുടെയൊക്കെ എക്സ്പെൻസിന്റെ ഏകദേശം 50%ഓളം അവരുടെ എംപ്ലോയീസിന്റെ സാലറി ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനികളൊക്കെ ഇൻസെന്റീവായിട്ടും അങ്ങനെയൊക്കെ അവരുടെ എംപ്ലോയീസിന് കൊടുത്തുകൊണ്ടിരുന്ന എമൗണ്ടിനെ മാറ്റിയിട്ട് ഇതുവരെ ഇവരുടെ ബേസിക് പേയിലും അതേപോലെ തന്നെ ഇവരുടെ DAയിലും ഒക്കെ ഇൻക്രീസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാലേ ഉള്ളൂ അവരുടെ സാലറി എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസിന്റെ 50% ആവുള്ളൂ. സോ ആ ഒരു ചെറിയ ചേഞ്ച് വന്നുകൊണ്ട് തന്നെ മിക്കവാറും കമ്പനികളിലെല്ലാം ചെറിയ രീതിയിൽ പ്രോഫിറ്റിനെ മാർജിൻസിനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ പറയുന്ന ചേഞ്ച് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ROE എന്നൊക്കെ പറയുന്ന 14% മുകളിലേക്ക്, അതേപോലെ തന്നെ PAT 252 കോടി എന്നുള്ള 266 കോടിയായിട്ട് ഇൻക്രീസ് ആയാൽ ഇതൊരു വൺ ടൈം ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതെല്ലാ കമ്പനികളിലും നമുക്കത് കാണാനായിട്ട് പറ്റും. നമ്മൾ പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് അതുകൂടെ ഒന്ന് മനസ്സിലുണ്ടാകുന്ന എപ്പോഴും നല്ലതായിരിക്കും മിക്കവാറും കമ്പനികളിലേക്ക്. അതേപോലെ ഇവർ ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം 13ഓളം പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ എംപ്ലോയീസിലും ഏകദേശം 12% ഇൻക്രീസ് വന്നിട്ടുണ്ട്. അത് എല്ലാ ക്വാർട്ടർ നോക്കിയാൽ നമുക്കറിയാം കഴിഞ്ഞ ക്വാർട്ടറുകളിലായിട്ട് ഇവർ എംപ്ലോയീസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിനെ ഇൻക്രീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇവർക്ക് കളക്ഷന് വേണ്ടിയിട്ട്, അതായത് കൊടുത്ത ലോണിന് തിരിച്ച് റിക്കവർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ ലോൺസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെയിൽസ് ടീമിലേക്ക് കൂടുതൽ ആൾക്കാരെ എടുക്കാം. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം കമ്പനി അവിടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്ബേഴ്സ്മെന്റ് കാര്യങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു നല്ലൊരു സൈൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മൊത്തത്തിൽ ഈ സ്റ്റോക്കിന്റെ എല്ലാ ഫിഗേഴ്സും നല്ല ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം RBIയുടെ ഗൈഡ് ലൈൻ ഒക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ല നേരത്തെ. അന്നേരം ആ സമയത്ത് RBI പറഞ്ഞിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് 3 അതിൽ കൂടുതൽ ബാങ്കുകളിൽ നിന്ന് ലോണുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ള, MFI ലോണുകൾ കൊടുക്കരുത് എന്നുള്ള കാര്യം. അതാണ് ഇവർക്ക് ഒരുപാട് ഈ ഒരു MFI സെക്ടറിനെ നല്ല രീതിയിൽ ഇവരുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യം. അത് നോക്കിയാൽ ആ ഒരു സമയത്ത്, അതായത് 2024 ഓഗസ്റ്റ് സമയത്ത് ഇവർക്ക് ഏകദേശം 25% മേളിലുള്ള കസ്റ്റമേഴ്സ് 3 അതിൽ കൂടുതലോ ബാങ്കുകളുമായിട്ട് ലോൺ അവർക്ക് ഓൾറെഡി ഉള്ള ആൾക്കാരായിരുന്നു. ഇതിപ്പോൾ ആ പെർസെൻറ്റേജ് നോക്കിയാൽ 3ൽ കൂടുതൽ ബാങ്കുകളുമായിട്ട് ലോണുള്ള ആൾക്കാരുടെ പെർസെൻറ്റേജ് നോക്കിയാൽ ഇപ്പോൾ ഏകദേശം 4.9% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 25% ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം 4.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ അവർ എല്ലാ രീതിയിലും ഈ പറഞ്ഞ റിസ്ക് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. 2 ലക്ഷത്തിന് മുകളിൽ ലോൺ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ് നോക്കിയാൽ അതും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു മൈക്രോ ഫിനാൻസ് സെക്ടറിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഇമ്പ്രൂവ് ആകുന്നത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഇമ്പ്രൂവ് അല്ല, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ മാനേജ്മെന്റ് ഗൈഡൻസ് ആയിട്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് അടുത്ത ക്വാർട്ടർ തീരുന്ന സമയത്ത് പറയാം. അതായത് Q4 കഴിയുമ്പോൾ അടുത്ത ഏപ്രിൽ മെയിലായിട്ടുള്ള കോൺകോളിൽ അവർ കൃത്യമായിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നോക്കിയാൽ അവരുടെ മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറയുന്നത് ഏകദേശം 4 to 4.5% ROE എത്തിക്കുക എന്നുള്ള കാര്യമാണ്. അത് കമ്പനിയുടെ ഒരു ലോങ് ടൈം എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു 4നും 4.5 ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ്. 4.5 മുകളിലേക്ക് പോകുന്ന സമയത്ത് അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവരുടെ ലോണിന്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറയ്ക്കും. അപ്പോൾ അവരുടെ ROE ചെറിയ രീതിയിൽ താഴേക്ക് ആ ഒരു 4.5 താഴെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കമ്പനിയുടെ ലോങ് ടൈം ROE ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 15, 16, 17% ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് 20%-ലേക്ക് പോകുമ്പോഴത്തേന് ഇവർ വീണ്ടും ROE താഴേക്ക് വരുത്താനായിട്ടുള്ള രീതി, അത് QAPയോ അല്ലെങ്കിൽ പുതിയതായിട്ട് എക്സ്ട്രാ ഫണ്ട് പുറത്തുനിന്ന് എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ROE നേരെ താഴേക്ക് വരാനും ഇവർക്ക് വീണ്ടും അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 2 ഗൈഡൻസ് അതുപോലെ തന്നെയുണ്ട്. ROE എന്ന് പറയുന്നത് ഏകദേശം 15, 16, 17 ആ ഒരു റേഞ്ചിലേക്കും, അതേപോലെ തന്നെ ROE അവർ നോക്കുന്നത് 4 to 4.5%-ലേക്കുമാണ്. അതേപോലെ ഇവർ കമ്പനിയുടെ നിംസ് ഇപ്പൊ 13.9 സംതിങ് ആണ്. അതും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ക്വാർട്ടറിലേക്ക്. അത് ഏകദേശം 14.5 അടുത്തേക്ക് നിംസ് ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. കോസ്റ്റ് ഓഫ് ബോറോയിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം 9.4 ആണ് കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത്. അത് 9.6, 9.7 ആ ഒരു രീതിയിൽ 9.9 ആയിരുന്നാണ് എനിക്ക് ഓർമ്മ. അവിടെ നിന്നിട്ട് ഇപ്പോൾ താഴേക്ക് വന്നാണ്.
അതും അടുത്ത വരുന്ന ഒരു 2-3 ക്വാർട്ടറായിട്ട് ഒരു 10 ബേസിസ് പോയിന്റ് വെച്ചിട്ട് കുറയും. അതായത് അറൗണ്ട് ഒരു 9% അടുത്ത് അത് സ്റ്റേബിൾ ആവും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറയുന്ന സമയത്താണ് ഇവരുടെ സ്പ്രെഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും അതിനനുസരിച്ചിട്ട് ഇവരുടെ നിംസിൽ ഇമ്പ്രൂവ്മെന്റ് വരും. അതിപ്പോൾ ഒരു 14 to 14.5 ആണ് നിംസിന്റെ ഗൈഡൻസ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവരുടെ MFI സെക്ടറിലാണല്ലോ ഇത്ര ഇമ്പാക്ട് വന്നിരിക്കുന്നത്. അവരുടെ റീറ്റെയിൽ സെക്ടറിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ മിനിമം ഒരു 20% മുകളിൽ ഗ്രോ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതും അടുത്ത ക്വാർട്ടറിൽ അവർ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് പറയാനുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ. ഇപ്പോൾ റീറ്റെയിൽ സെക്ടറാണ് MFIനെ കഴിഞ്ഞ് മുകളിൽ സ്പീഡിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിലിന്റെ ബിസിനസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 14% ഉള്ളത്. അത് ഒരു 15-16% എത്തും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ 14 അയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ MFI ബുക്ക് അതുപോലെ കുറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ പെർസെന്റേജ് കൂടിയിരിക്കുന്നത്. സോ MFI ഗ്രോ ചെയ്യും, അതിന്റെ കൂടുതൽ റീറ്റെയിലൂടെ ഗ്രോ ചെയ്ത് റീറ്റെയിലിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരും എന്നുള്ള കാര്യം മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ റീറ്റെയിൽ ബിസിനസ്സിനാണെന്നുണ്ടെങ്കിലും ഇവർക്ക് MFIയിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ഹൈ പെർസെന്റേജിലാണ് ഇവർ റിട്ടേൺസ് ചാർജ് ചെയ്യുന്നത്. അതായത് ഹോം ലോൺസ് ഒക്കെ വരുന്നത് 16.7, 16.8% മറ്റുമാണ് ഇവരുടെ ഹോം ലോൺസ് വരുന്നത്. അതേപോലെ മോർഗേജ് ലോണുകൾ വരുന്നത് 21%, 22% ആ ഒരു റേഞ്ചിലാണ് മോർഗേജ് ലോണുകൾ. അതേപോലെ 2 വീലർ ലോണും ഇവർ കൊടുക്കുന്നുണ്ട്, അത് ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ MFIയിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള ഈൽഡ് ഇവർക്ക് കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ പോലെ റീറ്റെയിൽ സെക്ടറിലുള്ള ബാക്കിയുള്ള ലോണുകളിൽ നിന്നാണെങ്കിൽ പോലും. മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MFI സെക്ടറിൽ ഒരു റിക്കവറി തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആകെപ്പാടെ ഒരു കൺസേൺ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ് ആ GNPA നമ്പേഴ്സ് ഇൻക്രീസ് ആയതിനകത്ത് ചെറിയൊരു കൺസേൺ ഉണ്ട്. പക്ഷേ അവിടെ ആണെങ്കിൽ പോലും മാനേജ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അടുത്ത ക്വാർട്ടറിലൊക്കെ ആയിട്ട് അതിനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ PAR 15+ ഒക്കെ കുറയുന്നുണ്ട്, അല്ലെ PAR 15+, അതേപോലെ തന്നെ 30 to 60 DPD, 60 to 90 DPD ഇതെല്ലാം കുറയുന്നുണ്ട്. ആകെപ്പാടെ 90+ DPD ആണ് കൂടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടാനുള്ള സാധ്യത ഇല്ലെന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് ആണെങ്കിലും പറയുന്നത്. അത് മൊത്തത്തിൽ നോക്കിയാൽ അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കർണാടകയിലാണ് ഇവർക്ക് മെയിൻ ആയിട്ട് ഇമ്പാക്ട് വന്നിരുന്നത്. കർണാടകയിൽ അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളിലും നോക്കിയാൽ ഈ പറഞ്ഞ DPD ബക്കറ്റ്സ് അല്ലെങ്കിൽ PAR 15+ എന്ന് പറയുന്നത് നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അത് ഏകദേശം 0.18% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ ഡിസംബറിൽ നോക്കിയാൽ നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു 2025 തുടക്കം തൊട്ട് നോക്കിയാലും നല്ല രീതിയിൽ താഴേക്കാണ് വരുന്നത്. ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ആയെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 3 മന്തായിട്ട് നോക്കിയാലും നല്ല രീതിയിൽ താഴേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അത് എല്ലാ കമ്പനികളിലും ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കർണാടകയിലായിരുന്നു ഒരു കൺസേൺ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്, അതിലും നല്ല രീതിയിൽ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമിന്റെ ഫിഗേഴ്സ് നല്ല ഫിഗേഴ്സ് ആയിട്ടാണ് തോന്നുന്നത്. അവർ ആ റിക്കവറി ഫേസിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ബിസിനസ് ഇമ്പ്രൂവ് ആകുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇതേ സെക്ടറിലെ ബാക്കിയുള്ള കമ്പനികളിലേക്ക് റിസൾട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അർമാന്റെ റിസൾട്ട് വന്നിട്ടില്ല, അർമാൻ ഫിനാൻസിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് സംസാരിക്കാം. ഇന്നിപ്പോൾ കുറച്ച് റിസൾട്ടുകൾ വരാനുണ്ട്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പാക്കിന്റെ റിസൾട്ട് വരാനായിട്ടുണ്ട്. അതുപോലെ എറ്റേണൽ, സൊമാറ്റോയുടെ റിസൾട്ട് വരാനുണ്ട്. KEI ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് വരാനുണ്ട്. PNB ഹൗസിംഗിന്റെ റിസൾട്ട്. PNB ഹൗസിംഗ് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ ട്രാക്ക് ചെയ്യുന്ന കുറേ കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അവരുടെ എല്ലാ റിസൾട്ട് അനാലിസിസ് നമുക്ക് നാളെ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.